शुरुआत में ये बात मनन करने के लिए चाहे थे कि 5-fold fears a Christian or a true disciple of Jesus should possess. एक सच्चा मसीही की जिंदगी में होना अनिवार्य 5 प्रकार के डरों के बारे में हम मनन करने के लिए 31 दिसंबर रात को बताया था. ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട അനിവാര്യമായിരിക്കേണ്ട 5 വിധമായ ഭയങ്ങളെപ്പറ്റി ഡിസംബർ 31-ാം തീയതി നാം ചിന്തിക്കുവാനായി താല്പര്യപ്പെട്ടിരുന്നു. वो शायद 5 से बढ़ जाएगा, 5-ൽ കൂടുതൽ ഒരുപക്ഷെ ആയിരിക്കും. लेकिन मैंने जो तैयार किया था वो 5 है. എന്നാൽ ഞാൻ തയ്യാറാക്കിയത് 5-ആണ്. लेकिन उससे पहले हम अभी मनन कर रहे हैं भय आम तौर पर क्या है. എന്നാൽ അതിനു മുമ്പായി ഭയം എന്താണെന്ന് നാം ആദ്യമായി ചിന്തിക്കും. पिछले हफ्ता भी हमने उसके बारे में थोड़ा सा मनन किए थे. കഴിഞ്ഞ ആഴ്ച നാം അതിനെപ്പറ്റി അല്പമായി ചിന്തിക്കുകയുണ്ടായി. A Christian and fear. ഒരു ക്രിസ്ത്യാനിയും ഭയവും. उसमें हमने देखा कि 2 प्रकार के भय है. അതിൽ നാം 2 വിധമായ ഭയത്തെ പറ്റി ചിന്തിക്കുകയുണ്ടായി. Sinful and faithful. പാപം നിറഞ്ഞതും വിശ്വസ്തമായ ഭയം. तो पापमय भय के बारे में हम कुछ मनन किए थे. പാപം നിറഞ്ഞതായ ഭയത്തെ പറ്റി നാം അല്പമായി ചിന്തിക്കുകയുണ്ടായി. The Christian in Complete Armor करके 2 वॉल्यूम बुक है. उसका राइटर विलियम गर्नाल ने बताया हुआ एक बात पहले मैं आपके सामने रखूं. विलियम गिरनार्ड करके एक लेखक ने लिखा हुआ एक बुक की कुछ बातें ചില കാര്യങ്ങൾ ഞാൻ ആദ്യമായി നിങ്ങളോട് പങ്കുവെക്കുവാനായി താല്പര്യപ്പെടുന്നു. We fear men so much because we fear God so little. One fear cures another. When man's terror scares you, turn your thoughts to the wrath of God. कि हम मनुष्य से बहुत ज़्यादा डरते हैं और परमेश्वर से बहुत कम. നാം മനുഷ്യനെ അധികമായി ഭയപ്പെടുകയും ദൈവത്തെ അതിൽ കുറച്ച് ഭയപ്പെടുകയും ചെയ്യുന്നതായാണ് കാണുന്നത്. एक डर दूसरा डर का इलाज है. ഒരു ഭയം വേറൊരു ഭയത്തിന്റെ മരുന്നാണ്. अगर हम मनुष्य से डरते हो तो जरा परमेश्वर की क्रोध पर ध्यान देना. നാം മനുഷ്യരെ ഭയപ്പെടുകയാണെങ്കിൽ ദൈവ ക്രോധത്തെ നാം ചിന്തിക്കേണ്ടതാണ്. हाँ, कई बार हम परमेश्वर से भी ज्यादा मनुष्यों से डरते हैं. അനേകം പ്രാവശ്യം നാം ദൈവത്തെക്കാൾ ഉപരിയായി മനുഷ്യനെയാണ് ഭയപ്പെടുന്നത്. होना नहीं चाहिए. അതുണ്ടായിരിക്കാൻ പാടില്ല. पिछले हफ्ता आखिरी में हम मनन किए थे, याद है किसी को? കഴിഞ്ഞ ആഴ്ച അവസാനം നാം ചിന്തിച്ച കാര്യങ്ങൾ ഓർമ്മയുണ്ടോ? सबसे आखिरी में जो बताया था, ഏറ്റവും അവസാനം Yeah, the fear of man is a snare. मनुष्य का या मानव भय एक फंदा है. മനുഷ്യ ഭയം ഒരു കെണിയാകുന്നുവെന്ന് കഴിഞ്ഞ ആഴ്ച അവസാനം നാം ചിന്തിക്കുകയുണ്ടായി. आगे मैं जल्दी चलूं. ഞാൻ മുമ്പോട്ട് പെട്ടെന്ന് പോകട്ടെ. फियर जो भय है मनुष्यों के अंदर स्वाभाविक तौर पर होता है. സ്വാഭാവികമായി മനുഷ്യനുള്ള ഒരു വികാരമാണ് ഭയം. एक और बार. Okay. Fear is natural emotion common to all human beings. എല്ലാ മനുഷ്യനിലും സാധാരണമായി ഉണ്ടായിരിക്കുന്ന ഒരു വികാരമാണ് ഭയം. वो भय अपने आप में ना ही पाप है ना ही पवित्र है. ഭയം അതിൽ തന്നെ പാപവുമല്ല വിശുദ്ധവുമല്ല. या भय है करके हम भक्त होते नहीं, भय है करके पापी भी नहीं बनते. ഭയം ഉണ്ടായിരുന്നുകൊണ്ട് നാം ഭക്തരാകുകയോ ഭയമുള്ളത് കൊണ്ട് നാം പാപിയാകുകയോ ഒരിക്കലുമില്ല. क्यों हम भयते हैं? എന്തുകൊണ്ടാണ് നാം ഭയപ്പെടുന്നത്? डर का मुख्य कारण
प्रेम है। ഭയത്തിന്റെ പ്രധാന കാരണം സ്നേഹമാണ്. जैसे कि हम जिस किसी वस्तु से या व्यक्ति से प्रेम करते हैं तो हम डरते हैं शायद वो व्यक्ति या वस्तु हमें खो जाएगा. നാം ഏതെങ്കിലും വസ്തുവിനെയോ വ്യക്തിയെയോ സ്നേഹിക്കുന്നുവെങ്കിൽ ആ വ്യക്തിയോ വസ്തുവിനെയോ നാം ഭയപ്പെടും. എന്തുകൊണ്ടെന്നാൽ അതിൽ നമ്മിൽ നിന്നും ഒരിക്കലും നഷ്ടപ്പെടുവാൻ നാം ആഗ്രഹിക്കുന്നില്ല. कल आशीष और मैं बात कर रहा थे, एक महिला उनका फोन उनकी गाड़ी में भूल कर चली गई थी. ഇന്നലെ ഞാനും ആശിഷും കൂടെ ഒരു സ്ത്രീ അവരുടെ മൊബൈൽ വണ്ടിയിൽ മറന്നിട്ട് പോയ കാര്യം സംസാരിക്കുകയായിരുന്നു. उनके पास एक बच्ची भी थी. അവരുടെ അടുക്കൽ ഒരു ചെറിയ കുഞ്ഞുണ്ടായിരുന്നു. आशीष को पता नहीं चला कि मोबाइल छोड़ के गई थी करके. മൊബൈൽ അവിടെ ഇട്ടിട്ട് പോയി എന്നുള്ളത് ആശിഷിന് മനസ്സിലായില്ല. दूसरा पैसेंजर जब आया तो उन्होंने देखा और ऐसा था. വേറൊരു യാത്രക്കാരൻ അതിൽ വന്നപ്പോഴാണ് കണ്ടത് മൊബൈൽ അവിടെ ഇരിക്കുന്നു. आखिरी में उस महिला को मोबाइल वापस देने की बात कही. അവസാനമായി ആ വ്യക്തിക്ക് തന്റെ മൊബൈൽ തിരിച്ചു കൊടുക്കുവാനായി സംസാരിച്ചു. तो ऐसी बात हो रही थी, मतलब ये मोबाइल के लिए इतनी जल्दबाजी कर रहे थे. वो दूसरा पैसेंजर बोलने लगे शायद ये महिला अपने बच्चे को खो जाती तो इतना उतावला नहीं करती जिसके लिए मोबाइल के लिए कर रही है. മൊബൈലിന് വേണ്ടിയുള്ള അവരുടെ ആ ഒരു വെപ്രാളം കണ്ടിട്ട് ആ വണ്ടിയിലിരുന്ന മറ്റേ സവാരി പറയുകയായിരുന്നു, ഒരുപക്ഷെ തന്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു പോയാൽ ഇത്രയും വെപ്രാളം ആ സ്ത്രീക്ക് ഉണ്ടായിരിക്കില്ലായിരുന്നു. क्यों वो उस तरह अपना मोबाइल खो जाएगा डरने लगी? എന്തുകൊണ്ടാണ് ആ മൊബൈൽ നഷ്ടപ്പെട്ടു പോകുമെന്ന് ആ സ്ത്രീ പേടിച്ചത്? उससे उतना लगा हुआ है. ആ മൊബൈലിനോട് അവർക്ക് അത്രമാത്രം സ്നേഹമുണ്ടായിരുന്നു. So we may fear losing something or someone we love. हम प्रेम करने वाला कोई व्यक्ति या वस्तु हमें खो जाएगा, ये हमारे अंदर डर रहता है. നാം സ്നേഹിക്കുന്ന വ്യക്തിയോ വസ്തുവോ നമുക്ക് നഷ്ടമാകുമെന്നുള്ളൊരു പേടി നമ്മുടെ ഉള്ളിലുണ്ട്. या हम जो चाहते हैं वो चीज हमें प्राप्त नहीं होगा करके भी डर रहता है. അല്ലെങ്കിൽ നാം ആഗ്രഹിക്കുന്ന കാര്യം നമുക്ക് ലഭിക്കുകയില്ലയോ എന്നുള്ള ഒരു ഭയം നമ്മുടെ ഉള്ളിൽ. और अगली बात है कि शायद हम प्रेम करने वाला किसी व्यक्ति को हम ऑफेंड करेंगे या फिर हम उनके लिए एक ठोकर का कारण बने कि ये डर है. ചിലപ്പോൾ ഒരുപക്ഷെ നാം സ്നേഹിക്കുന്ന വ്യക്തിക്ക് നാം ഒരു വീഴ്ചയ്ക്ക് കാരണമാകുമോ എന്നുള്ള ഭയം നമ്മളിൽ ഉണ്ടാകും. वो हमसे नाराज तो ना हो जाए, ആ വ്യക്തി നമ്മോട് ദേഷ്യപ്പെടരുത്, वो हमसे दूर तो ना हो जाए, നമ്മളിൽ നിന്നും അകന്നു പോകരുത്. ऐसा भी डर रहता है ना हमारे अंदर? അങ്ങനെ ഒരു ഭയം നമ്മളിൽ ഉണ്ടാകില്ലേ? नहीं होता है? होता है. और दूसरा एक भय है, perhaps we feel a reverential fear to something or someone whom we admire. हम आदर करने वाला किसी से भी हमारा एक अच्छे प्रकार के आदर के साथ का भय हो जाता है. നാം ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഒരു വ്യക്തിയുമായി നല്ല രീതിയിൽ ഒരു പോസിറ്റീവായ ഒരു ഭയം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും. यहां तक कि परमेश्वर से भी हमारा भय ऐसा रेवरेंशियल फियर, वो भक्तिपूर्ण भय होना चाहिए. ദൈവത്തോടുള്ള നമ്മുടെ ഭയവും ബഹുമാനത്തിൽ നിന്നുണ്ടാകുന്നതായിരിക്കണം. समझ में आ रहा है ना? आगे मैं आपको बताना चाहूंगा, पिछले हफ्ता जो मैंने बताया था उन्हीं बातों को, कि दो प्रकार के जो भय है. മുമ്പോട്ട് കഴിഞ്ഞ ആഴ്ച പറഞ്ഞതായ രണ്ട് രീതിയിലുള്ള ഭയത്തെ പറ്റി നമുക്ക് ചിന്തിക്കാം. सिंफुल एंड होली फियर. പാപം നിറഞ്ഞതും വിശുദ്ധവുമായ ഭയം. दो प्रकार का भय. രണ്ട് വിധത്തിലുള്ള ഭയം. तो सिंफुल या पाप रूपी भय को हमने और भी अलग अलग नाम दिए थे. चिंता करना, व्याकुल होना, विनाशकारी, मना किया गया, ऐसा ऐसा ഭയ है. പാപം നിറഞ്ഞതായ ഭയത്തിന് നാം പല രീതിയിലുള്ള പേരുകൾ കൊടുക്കുകയുണ്ടായി. നമുക്ക് ചിന്ത ഉണ്ടാകുക, വ്യാകുലപ്പെടുക, നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം നമ്മളിൽ ഉണ്ടാകുക, ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ. दूसरा है होली फियर्स. രണ്ടാമത്തേത് വിശുദ്ധ ഭയം. वो है हमारे अंदर होना चाहिए. അത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം.
That's a vigilant fear. वो एक सतर्कता का भय है. അതൊരു മുന്നറിയിപ്പ് നൽകുന്ന ഭയമാണ്. वो एक प्रॉफिटेबल है, हमारे लिए लाभदायक है. അത് നമുക്ക് ലാഭം തരുന്നതായ ഒരു ഭയമാണ്. That is protective and permitted. वो अनुमति है ऐसा भय रखने के लिए. അങ്ങനെയുള്ള ഭയം നമ്മളിൽ ഉണ്ടാകേണ്ടതിനുള്ള അനുവാദം നമുക്കുണ്ട്. तो वो पिछले हफ्ता बताया था, इसलिए मैं आगे जल्दी जा रहा हूँ. കഴിഞ്ഞ ആഴ്ച അത് പറയുകയുണ്ടായി, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് മുമ്പോട്ട് പോകട്ടെ. अब हम देखते हैं कि हमारे जीवन में होने वाला कुछ पापमय भयों के बारे में. ഇനി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായ പാപം നിറഞ്ഞതായ ഭയത്തെ പറ്റി ചിന്തിക്കാം. जो भय प्रोहिबिटेड है, मना किया गया डर. നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാതിരിക്കേണ്ട, ഒരിക്കലും കാണാതിരിക്കേണ്ട ഭയം. परमेश्वर की वचन मना करने वाला डर. ദൈവവചനം നമ്മെ വിലക്കുന്നതായ ഭയം. इनमें से मैंने 8-9 लिखा है और इसके साथ आपके व्यक्तिगत जीवन का भी जोड़ सकते हैं. ഇതിൽ ഞാൻ 8-9 കാരണങ്ങൾ എഴുതിയിട്ടുണ്ട്. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തെ സംബന്ധിച്ചുള്ളത് നിങ്ങൾക്ക് അതിനോട് കൂട്ടിച്ചേർക്കാം. Fear of uncertainties, अनिश्चितत्वों के डर. അനിശ്ചിതത്വത്തെ കുറിച്ചുള്ള ഒരു ഭയം. कल क्या होगा, നാളെ എന്തായി തീരും, ये कैसे होगा. എങ്ങനെയായി തീരും, होता है ना, ഉണ്ടാകാറില്ലേ? मालूम नहीं कैसा होगा. നമുക്കറിയത്തില്ല എങ്ങനെ ഉണ്ടാകുമെന്ന്. शायद हम यात्रा जा रहे हैं, നാം ഒരുപക്ഷെ യാത്രയിലായിരിക്കാം. एक डर, ഒരു ഭയം. क्या मालूम कैसा, कैसे साथी मिलेंगे और सब कुछ ठीक रहेगा. डर रहता है. നാം യാത്ര പോകുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു ഭയമുണ്ട്. നമുക്ക് കൂട്ടുയാത്രക്കാർ എങ്ങനെയുള്ളവരായിത്തീരും, യാത്ര എങ്ങനെയായിത്തീരുമെന്ന്. परीक्षा लिखने जाएंगे तो डर रहता है ना, പരീക്ഷ എഴുതാൻ പോകുമ്പോൾ നമുക്ക് ഭയമുണ്ടാകാറുണ്ട്. क्योंकि क्वेश्चन मालूम ही नहीं है, ചോദ്യം നമുക്കറിയില്ല. है ना. हमारे बाइबल कॉलेज में भी बच्चे पूछते हैं, सर कौन कौन सा क्वेश्चन आएगा. ബൈബിൾ കോളേജിലും കുട്ടികൾ ചോദിക്കാറുണ്ട്, സാറേ ഏതൊക്കെ ചോദ്യങ്ങളാണ് വരുന്നത്. तो हम कल के बारे में जानते नहीं, अनसर्टन है, इसीलिए डर रहता है. നാളത്തെ കുറിച്ച് നമുക്ക് അറിയാത്തത് കൊണ്ട് നാം ഭയക്കുന്നു. कुछ नहीं होगा, लेकिन मालूम नहीं वहां कुछ नहीं है, इसीलिए डर है. ഒന്നും സംഭവിക്കില്ല, എന്നാൽ എന്തുകൊണ്ടോ അവിടെ എന്തോ സംഭവിക്കും എന്നുള്ളൊരു ഭയം. सही है कि नहीं. और विवरण करने के लिए समय नहीं ले रहा हूं क्योंकि हमारे पास समय नहीं है. और दूसरा है, मनुष्यों के जीवन में सबसे बड़ा डर कौन सा है सुरजीत ब्रदर? मौत का डर है. മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭയമാണ് മൃത്യു. खुद की मौत का डर है कि औरों का मौत का डर है? സ്വന്തമായി മരിക്കുന്നതിന്റെ ഭയമാണോ വേറൊരാൾ മരിക്കുന്നതിന്റെ ഭയമാണോ? आप सुरजीत ब्रदर तो बोलेंगे कि वीणा की मौत के डर है उनको. സുർജിത് ബ്രദർ ഒരുപക്ഷെ പറയുമായിരിക്കും, വീണ മരിക്കുന്നതാണ് എനിക്ക് सही ഭയം. बोला ना, सही बोला मैंने, सही बोला कि दूसरा कोई मरने का डर है, വേറൊരു വ്യക്തി മരിക്കുന്നതിനുള്ള ഭയം. कि वो अगर मर जाए तो मैं कैसे जीऊंगा. ആ വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ജീവിക്കും? वो ज्यादातर पति पत्नी और भाई और बच्चे माँ बापों में होता है. അത് കൂടുതലായും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലും മാതാപിതാക്കൾ മക്കൾ തമ്മിലുമുള്ള ഭയമാണ്. और उससे भी बढ़कर व्यक्तिगत जीवन में मौत का डर रहता है. അതിനേക്കാൾ ഉപരിയായി നാം വ്യക്തിപരമായി മരിക്കും എന്നുള്ളൊരു ഭയം എല്ലാവരിലുമുണ്ട്. हमारे बीच में कितने लोगों के अंदर मृत्यु का डर नहीं है. നമ്മുടെ ഇടയിൽ എത്ര പേർക്കുള്ളിലാണ് മരണത്തെക്കുറിച്ച് ഭയമില്ലാത്തത്? Praise God. 2-4 हाथ देखा. अजित को भी नहीं है ना, लेकिन ये भी पक्का करना, जाएंगे किधर. हाँ, वो भी पक्का करना है. हमें डर इसीलिए नहीं है कि यीशु मसीह ने मृत्यु को हरा दिया है. നമുക്ക് യേശുക്രിസ്തു മരണത്തെ തോൽപ്പിച്ചു എന്നുള്ളതല്ല നമ്മുടെ ഭയം. यीशु मसीह ने मृत्यु को हराया, इसीलिए हम मृत्यु से डरते नहीं हैं. യേശുക്രിസ്തു മരണത്തെ ജയിച്ചത് കൊണ്ട് അല്ല, यीशु मसीह ने मृत्यु को हराया. യേശുക്രിസ്തു മരണത്തെ തോൽപ്പിച്ചു. थोड़ा सा और आगे आ जाओ. കണ്ണിലടിക്കുന്നു. एक लाइन में खड़े रहो.
पीछे मत जाना, കണ്ണിലടിക്കുന്നു. तो इधर आ जाओ. अब ठीक. यीशु मसीह ने मृत्यु को हराया, യേശു ക്രിസ്തു മരണത്തെ തോൽപ്പിച്ചു. इसीलिए हम मृत्यु से डरते नहीं हैं. അതുകൊണ്ട് നാം മരണത്തെ ഭയപ്പെടുന്നില്ല. अब ठीक है. तो मृत्यु का डर हमारे अंदर होना नहीं चाहिए. മരണഭയം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാൻ പാടില്ല. यीशु मसीह पर विश्वास करने वाले, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ, यीशु मृत्यु से जयवंत हुआ विश्वास करने वाले, യേശു ക്രിസ്തു മരണത്തെ ജയിച്ചു എന്ന് വിശ്വസിക്കുന്നവർ, उनके अंदर मृत्यु का डर कदापि नहीं होना चाहिए. അവരുടെ ഉള്ളിൽ മരണഭയം ഒരിക്കലും ഉണ്ടാകുവാൻ പാടില്ല. एक वचन को पढ़ेंगे, ഒരു വാക്യം നമുക്ക് വായിക്കാം. इब्रानियों 2:14 और 15. എബ്രായ ലേഖനം 2-ാം അധ്യായം 14-15 വാക്യം. हाँ हाँ, ताकि मृत्यु के द्वारा, यानी यीशु मसीह की खुद की मृत्यु के द्वारा, हाँ हाँ, निकम्मा कर दे, और मृत्यु, जितने भी लोग मृत्यु के भय के मारे, हाँ हाँ, उनको छुड़ा ले. यीशु मसीह शरीर धारण किया, യേശു ക്രിസ്തു ശരീരത്തിലേക്ക് വന്നു, वो क्रूस पर मरा, ക്രൂശിൽ മരിച്ചു, मृतकों में से जी उठा, മരിച്ചവരിൽ നിന്ന് അവൻ ഉയർത്തെഴുന്നേറ്റു. उस द्वारा यीशु ने पाप को हर ले गया. അതിലൂടെ യേശു ക്രിസ്തു പാപത്തെ വിജയം പ്രാപിച്ചു. और पाप को हर ले जाने के वजह से पाप के द्वारा मृत्यु पर अधिकार मिला, शैतान को निकम्मा किया. അങ്ങനെ പാപത്തെ തോൽപ്പിക്കിയാൽ മരണത്തിന്റെ മേൽ അധികാരം പുലർത്തിയിരുന്ന പിശാചിന്റെ മേലും അവൻ ജയം പ്രാപിച്ചു. ऐसे जिंदगी भर मृत्यु की डर की दासत्व में जीने वाले मनुष्यों को आजाद किया. അങ്ങനെ മരണഭയത്തിൽ ആയിരുന്ന മനുഷ്യനെ സ്വതന്ത്രരാക്കി. तो उस मृत्युंजय यीशु पर विश्वास करने वालों के अंदर कौन सा डर नहीं है? मृत्यु का डर नहीं है. അങ്ങനെ മരണത്തെ ജയിച്ച യേശുവിൽ വിശ്വസിക്കുന്ന ആർക്കും മരണത്തെ ഭയമില്ല. क्योंकि उन्हें मालूम है वो मर भी जाएं तो भी यह शरीर फिर जी उठेगी. എന്തുകൊണ്ടെന്നാൽ അവർക്കറിയാം അവർ മരിച്ചാലും ഈ ശരീരം ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ളത്. अगर अब मर भी जाएं तो भी उसी क्षण वो प्रभु के पास पहुंच जाएंगे. ഇപ്പോൾ മരിച്ചാലും അങ്ങനെ യേശുവിൽ വിശ്വസിക്കുന്നവർ കർത്താവിന്റെ അടുക്കലേക്ക് ചെല്ലും എന്നുള്ള വിശ്വാസം. मालूम है ना? यीशु को ग्रहण किए हुए लोग मरे तो पहुंचेंगे किधर? किधर? जहां यीशु मसीह विद्यमान है वहां. യേശുവിനെ സ്വീകരിച്ച എല്ലാ വ്യക്തികളും മരിച്ചു കഴിഞ്ഞാൽ യേശു ക്രിസ്തു എവിടെയായിരിക്കുന്നുവോ അവിടെ എത്തും. डॉक्टर ये आदमी मर गया बोलने से पहले ही उसकी आत्मा और प्राण यीशु मसीह के पास पहुंच गए होते. ഡോക്ടർ ഒരു വ്യക്തി മരിച്ചു എന്ന് ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പായി തന്നെ ആ വ്യക്തിയുടെ ആത്മാവ് കർത്താവിന്റെ അടുക്കിലേക്ക് ചെല്ലും. इसीलिए उसे डर नहीं है. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് ഭയമില്ല. तो मृत्यु का डर हमारे अंदर नहीं होना. അതുകൊണ്ട് മരണഭയം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാൻ പാടില്ല. मैं मरूं तो मेरी पत्नी और बच्चों के ख्याल मेरा परमेश्वर करेंगे. ഞാൻ മരിച്ചാൽ എൻ്റെ ഭാര്യയുടെയും മക്കളുടെയും ചിന്ത ദൈവം ചെയ്തോളും. और वे मरे तो मेरा प्रभु देख लेंगे. ഒരുപക്ഷെ അവർ മരിച്ചാൽ എൻ്റെ കാര്യവും കർത്താവ് നോക്കും. इसीलिए खुद की मृत्यु के बारे में भी, हमारे प्रियजनों की मृत्यु के बारे में भी हमें डर की जरूरत
नहीं है. അതുകൊണ്ട് നാം മരിച്ചാലും നമ്മുടെ പ്രിയപ്പെട്ടവർ മരിച്ചാലും അതിനെപ്പറ്റി ഒരു ഭയവും നമുക്ക് ആവശ്യമില്ല. तीसरा भय है भविष्य का भय. മൂന്നാമത്തെ ഭയം ഭാവിയെ ഓർത്തുള്ള ഭയമാണ്. है वो भय हमारे अंदर? നമ്മുടെ ഉള്ളിൽ ആ ഭയമുണ്ടോ? ईमानदारी से बच्चों को है? कोई नहीं. पास होगा कि नहीं कोई डर नहीं है? नहीं. कुछ खाना मिलेगा कि नहीं? पास नहीं होगा तो नौकरी नहीं होगा, खाने को भी नहीं होगा, फिर कोई डर नहीं. भूखे रहेंगे तो आज भी भूखे रहना. आज नहीं रहेगा. तो भविष्य का डर ഭാവിയെ ഓർത്തുള്ള ഭയം हर किसी के अंदर है. എല്ലാ മനുഷ്യരിലുമുണ്ട്. शादीशुदों के अंदर ये भी डर रहता है कि हमारी पारिवारिक जीवन लंबा चलेगा कि नहीं. വിവാഹിതരായവർക്ക് അവരുടെ കുടുംബജീവിതം ദീർഘനാൾ നിൽക്കുമോ എന്നുള്ള ഭയം. शादी करने जा रहे हैं उनके अंदर भी वो ही भय. വിവാഹം കഴിക്കുവാൻ പോകുന്നവരുടെ ഉള്ളിലും അതേ ഭയം. जिनका नहीं हुआ उनको ये डर कहीं मेरा होगा कि नहीं. വിവാഹം കഴിയാത്തവരുടെ ഉള്ളിൽ ഈ ഭയം, എവിടെയെങ്കിലും എൻ്റെ വിവാഹം നടക്കുമോ. तो कई भविष्यों का भय. ഭാവിയെ ഓർത്തുള്ള നമ്മുടെ ഭയം. नौकरी की, ജോലിയുടേത്, पढ़ाई की, പഠനം, एडमिशन की, അഡ്മിഷൻ, सेटलमेंट की, എവിടെയെങ്കിലും സ്ഥിര താമസം. कोई इस तरह की कई भविष्यों का भय हमारे अंदर है. അങ്ങനെയുള്ള നമ്മുടെ ഭാവിയെ ഓർത്ത് നാം ഭയപ്പെടും. हमारे बच्चों की भविष्यों के बारे में നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ ഓർത്ത് नहीं है. हेलो, नहीं है. तो बच्चे लोग पापा मम्मी को देख रहे हैं कि डर है कि नहीं. लोगों के अंदर है. മനുഷ്യരുടെ ഉള്ളിൽ അങ്ങനെയും ഭയമുണ്ട്. इसलिए तो हम जैसे लोग और भविष्यवक्ता लोग आपका उस भय का गलत फायदा उठाते हैं. അതുകൊണ്ടാണ് ഞങ്ങളെ പോലെയുള്ളവരും പ്രവാചകന്മാരും ആ ഭയത്തെ മുതലെടുക്കുന്നത്. अगर हमारी प्रचार बिल्कुल आप उसमें खुश होकर के आनंदित होकर ताली नहीं बजा रहे तो हम बस थोड़ा सा टोन चेंज करेंगे. ഞങ്ങളുടെ പ്രസംഗത്തിൽ നിങ്ങൾ സന്തോഷത്തോടെ കൈയടിച്ചില്ല എങ്കിൽ ആ പ്രസംഗത്തിന്റെ ഭാഷ മാറ്റും. चाहे तो सिर पे हाथ रखकर भी हम बोलेंगे. ഒരുപക്ഷെ ചിലപ്പോൾ തലയിൽ കൈവച്ച് നമ്മൾ പറയും. पीढ़ियों के लिए तुम्हारी चिंता और तेरी आंसू को परमेश्वर देख रहा है. നിന്റെ തലമുറയെ ഓർത്തുള്ള നിന്റെ കണ്ണുനീരും ഭയവും കാണുന്നുണ്ട്. पहले पहले ये बात अमेरिका और यूरोप में चलता था, अब इंडिया में भी चलने लगा. ഇതിനു മുമ്പ് അമേരിക്കയിലും യൂറോപ്പിലുമായിരുന്നു ഇതുണ്ടായിരുന്നത്, എന്നാൽ ഇപ്പോൾ ഭാരതത്തിലുമുണ്ട്. हर किसी को संतानों के प्रति, भविष्य के प्रति चिंता है. എല്ലാ മനുഷ്യർക്കും തങ്ങളുടെ മക്കളെ കുറിച്ചും അവരുടെ ഭാവിയെ കുറിച്ചും ഭയമുണ്ട്. अगला है अकेलापन का भय. അടുത്തതാണ് ഒറ്റയ്ക്കാകുന്ന, തനിച്ചാകുന്ന ഭയം. उसमें अकेलापन का मतलब ये भी है कि शायद आज मेरा साथ देने वाले कल शायद मेरा साथ ना दे तो. ആ ഒരു തനിച്ചാകുന്ന ഭയം എന്ന് പറയുമ്പോൾ നാം ഒരുപക്ഷെ ഇതും അതിൽ ഉൾപ്പെടും. ഇന്ന് എന്നോടൊപ്പമുള്ളവർ നാളെ എന്നോടൊപ്പം കാണുമോ. आज जो मेरे समर्थन करते हैं वे कल मेरी समर्थन करेंगे. ഇന്ന് എന്നോടൊപ്പം കൂട്ടു നിൽക്കുന്ന വ്യക്തികൾ നാളെ എനിക്ക് വേണ്ടി വാദിക്കുമോ. ये सब भय है अकेलापन का. ഇതാണ് തനിച്ചാകുന്ന ഭയം. बीमारियों का भय है अगला. രോഗിയാകുന്ന ഭയമാണ് അടുത്ത ഭയം. एक मच्छर ने काटा इसलिए थोड़ा सा फुंसी जैसा इधर कहीं हो गया तो. ഒരു കൊതുക് കടിച്ചാൽ കയ്യിലുണ്ടാകുന്ന ചെറിയൊരു ഞൊണൽ കണ്ടാൽ നാം പെട്ടെന്ന് ഭയപ്പെടും. गैस ट्रबल से थोड़ा सा पेट और छाती में दर्द हुआ तो. ഗ്യാസ് ട്രബിൾ കൊണ്ട് നമ്മുടെ വയറ്റിലും നെഞ്ചത്തും അല്പം വേദനയുണ്ടാകുമെങ്കിൽ അതിനെപ്പറ്റി. डर बीमारियों के बारे में. രോഗത്തെക്കുറിച്ചുള്ള ഭയം. अब कोई चाइना वाला वायरस आया करके बोलते हैं, डरने लगे ना. ഇപ്പോൾ ചൈനയിൽ എന്തോ വൈറസ് വന്നു എന്ന് പറയുന്നു. इंडिया में भी आया ना. ഇന്ത്യയിലും വന്നു. बीमारियों का डर. രോഗത്തെക്കുറിച്ചുള്ള ഭയം. बीमारी से भी हमको परेशान करने वाली बात बीमारियों से होने वाला डर है.
രോഗത്തെക്കാൾ ഉപരിയായി നമ്മെ ബുദ്ധിമുട്ടിക്കുന്നത് രോഗമുഖാന്തരം ഉണ്ടാകുന്ന ഭയമാണ്. Fear of failure, पराजय का भय. പരാജയപ്പെടുന്നതിനുള്ള ഭയം. ये आजकल ये चीज तो बहुत ही ज्यादा है. ഇന്നത്തെ തലമുറയിൽ ഇത് വളരെയധികമായുണ്ട്. हमारे जवानों, हमारी बच्चों के अंदर भी पराजय की सामना करने का हिम्मत है क्या? നമ്മുടെ കുഞ്ഞുങ്ങളിലും യുവാക്കളിലും തോൽവി അഭിമുഖീകരിക്കുവാനുള്ള ധൈര്യമുണ്ടോ? हमारे हॉस्टलों में जवान बच्चे मेडिसिन के लिए, इंजीनियरिंग के लिए और वगैरह वगैरह पढ़ने वाले, प्रोफेशनल कोर्स के लिए पढ़ने वाले, काफी बुद्धि शक्ति रखने वाले बच्चे आत्महत्या करते हैं. നമ്മുടെ കുഞ്ഞുങ്ങൾ മെഡിസിനും മറ്റ് ഹയർ സ്റ്റഡീസിന് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പോലും ആത്മഹത്യ ചെയ്യുന്നു. क्यों? എന്തുകൊണ്ടാണ്? कारण क्या है? കാരണം എന്താണ്? पराजय, किसी भी प्रकार का फेल्यूर, पराजय की सामना करने का और एक्सेप्ट करने का हिम्मत नहीं है उनके अंदर. പരാജയത്തെ സ്വീകരിക്കുവാനും അത് അംഗീകരിച്ച് മുമ്പോട്ട് പോകുവാനുള്ള ധൈര്യം അവരുടെ ഉള്ളിലില്ല. किसी किसी का, हमारे बीच में नहीं तो भी संसार की बात कर रहा हूं, कि लव फेल्यूर, रिलेशनशिप फेल्यूर, आत्महत्या में ले जाते हैं. ചിലരുടെയൊക്കെ പരസ്പരമുള്ള ബന്ധങ്ങൾ ആത്മഹത്യയിലേക്ക് നയിക്കും. और परीक्षा में या कोई इंटरव्यू में वगैरह वगैरह भी जो पराजय का डर लोगों के अंदर रहता है. പരീക്ഷയുടെ ഭയം, ഇന്റർവ്യൂവിന്റെ ഭയം, അങ്ങനെയുള്ള പലവിധമായ ഭയങ്ങൾ ജനത്തിന്റെ ഉള്ളിലുണ്ട്. लेकिन कभी भी ना हो प्यारों, पराजय का भय भी पापमय है, हमारे अंदर नहीं होना चाहिए. നമ്മുടെ ഉള്ളിൽ ഈ പാപമയമായ ഭയം ഒരിക്കലും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകരുത്. Fear of rejection, शायद हमारे अपने लोग हमें अपना ना कहें, तिरस्कार का भय. ത്യജിക്കപ്പെടുന്നതായ ഭയം, നമ്മുടെ സ്വന്തമായവർ നമ്മെ തിരസ്കരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭയം. ऐसा डर शायद अलेक्स ब्रदर मुझे पसंद नहीं करता है. ഒരുപക്ഷെ ഇങ്ങനെയായിരിക്കാം, അലക്സ് ബ്രദർ എന്നെ ഇഷ്ടപ്പെടുന്നില്ല. जोहान मेरे से रिश्ता रखना नहीं चाहता है. ജോഹാൻ ഞാനുമായി ഒരു ബന്ധം പുലർത്തുവാൻ ആഗ്രഹിക്കുന്നില്ല. मुझे नहीं पसंद करते वे. എന്നെ ഇഷ്ടപ്പെടുന്നില്ല. A fear of rejection. ത്യജിക്കപ്പെടുന്ന, ഉപേക്ഷിക്കപ്പെടുന്ന ഒരു ഭയം. उनके अंदर ऐसा तिरस्कार मेरे लिए होगा भी नहीं. അവരുടെ ഉള്ളിൽ ഒരിക്കലും അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരിക്കില്ല. लेकिन मैं सोच रहा हूं, എന്നാൽ ഞാൻ അങ്ങനെ ചിന്തിക്കുകയാണ്. और मानो उन्होंने मुझे त्याग भी दिया तो भी मेरे अंदर भाई की जरूरत नहीं चाहिए. ഒരു പക്ഷേ അവർ ഉപേക്ഷിച്ചാൽ പോലും അങ്ങനെയുള്ള ഭയം ഉണ്ടാകാൻ പാടില്ല. भजन संहिता 27 का 10 है मेरे ख्याल से, जरा पढ़िए. സങ്കീർത്തനം 27:10. Psalms 27:10. मेरे माता पिता ने तो मुझे छोड़ दिया है, बस. എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. मेरी माता पिता भी मुझे त्याग दे, എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും, मेरी पत्नी मुझे छोड़ दे, എന്റെ ഭാര്യ എന്നെ ഉപേക്ഷിച്ചാലും, या पति मुझे त्याग दे, ഭർത്താവ് ഉപേക്ഷിച്ചാലും, बच्चे मुझे रिजेक्ट कर ले, तिरस्कार करें, കുഞ്ഞുങ്ങൾ എന്നെ ഉപേക്ഷിച്ചാലും डरने की जरूरत नहीं है. ഭയപ്പെടേണ്ട ആവശ്യമില്ല. हम पास्टरों के अंदर भी ये डर रहता है. ഞങ്ങൾ ഉപദേശിമാരുടെ അകത്തും ഈ ഭയം ഉണ്ടാകാറുണ്ട്. हमारी कलीसिया की कोई विश्वासी हमें छोड़ के चला जाए, ഞങ്ങളുടെ സഭയിലെ ഏതെങ്കിലും ഒരു വിശ്വാസി ഞങ്ങളെ വിട്ടിട്ട് പോകുമോ? भय रहता है. ഭയമുണ്ടായിരിക്കും. No need of the fear of rejection. ത്യജിക്കപ്പെടുന്ന, ഉപേക്ഷിക്കപ്പെടുന്ന ഒരു ഭയം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകരുത്. ये भी और अकेलापन, ये दोनों एक साथ जोड़ भी सकते हैं. ഒറ്റയ്ക്കാകുന്ന, തനിച്ചാകുന്നതും ഉപേക്ഷിക്കപ്പെടുന്നതും നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. ये भय मेरे अंदर भी काफी था. ഈ ഭയം എൻ്റെ ഉള്ളിലും ഒരുപാടുണ്ടായിരുന്നു. हर बार पास्टरी करता हूं तो कोई हमारी कलीसिया से चला ना जाए. എല്ലാ പ്രാവശ്യവും ശുശ്രൂഷിക്കുമ്പോൾ എൻ്റെ സഭയിൽ നിന്ന് ആരും പോകരുതേ എന്നുള്ള ഭയം. परमेश्वर ने मुझे डांट करके बोला ये अनावश्यक है. ഇതൊരു അനാവശ്യ ഭയമാണെന്ന് കർത്താവ് എന്നെ വഴക്ക് പറഞ്ഞുകൊണ്ട് പഠിപ്പിച്ചു. और अगला है फियर ऑफ मैन, मनुष्यों से डरना. അടുത്തതാണ് മനുഷ്യനെ ഭയപ്പെടുക.
कोई मुझे क्या करेगा। ആരെങ്കിലും എന്നെ എന്ത് ചെയ്യുമെന്നുള്ളത്. शायद हमारे ऑफिस में, ചിലപ്പോൾ നമ്മുടെ ഓഫീസിലായിരിക്കാം, शायद पड़ोस में, നമ്മുടെ അയൽവക്കത്തായിരിക്കാം. कहीं पर भी किसी भी तरह की मनुष्य का भय हमारे अंदर फंदा बन जाता है. എവിടെയായാലും ഏതെങ്കിലും രീതിയിലുള്ള മാനുഷിക ഭയം നമുക്ക് കെണിയായിത്തീരും. इसीलिए प्रभु ने बताया हुआ वचन हमने आज की भी पिछले हफ्ता का भी भागों में पढ़े थे. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഈ ആഴ്ചയിലും കഴിഞ്ഞ ആഴ്ചയിലും വായിച്ച വചനത്തിലൂടെ നാം വായിച്ചത്. मत्ती 10 का 28 को पढ़िए. മത്തായി 10:28 വാക്യം. जो शरीर को घात करते मतलब मार सकता है, परंतु हमारी आत्मा को कुछ नहीं कर सकता है, ऐसा मनुष्यों से मत डरना. ऐसा मनुष्यों से मत डरना. ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട. बस मनुष्य हमें ज्यादा से ज्यादा जान से मार सकते हैं. മനുഷ്യൻ ഏറ്റവും അധികമായി നമ്മെ കൊല്ലുമായിരിക്കും, ജീവനിലും നമ്മെ അകറ്റും. लेकिन वो तो पहले ही चला गया, तो फिर അതിനു മുമ്പേ നാം മരിച്ചുപോയാൽ, उसे पहले ही वो मृत्यु का डर हमसे दूर हुआ, तो മരണഭയം അതിനു മുമ്പായി നമ്മുടെ ഉള്ളിൽ നിന്ന് പോയാൽ, तो फिर मृत्यु का क्या डर है. എങ്കിൽ നമുക്ക് മരണത്തിന്റെ ഭയം എന്തിനാ? प्रेज़ गॉड. साथ में आ रहा है ना. तो ये मनुष्यों का भय हमारे अंदर नहीं होना. മാനുഷ്യ ഭയം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകരുത്. अगर किसी का भी भय है, आज वो दूर हो जाए. ആർക്കെങ്കിലും ആരെയെങ്കിലും പറ്റി ഭയമുണ്ടെങ്കിൽ ഇന്ന് അത് മാറ്റുക. और मैंने जो लिखा उसमें आखिरी है फियर ऑफ सैतन. ഞാൻ എഴുതിയതിലെ അവസാനമാണ് സാത്താനെ ഭയപ്പെടുക. शैतान से डर है जॉन? बिल्कुल भी नहीं. अकेले में वो आ जाए तो निपट लेगा. अभी था थोड़ा सा समय है, थोड़ा. पापा से डर ज्यादा है कि शैतान से डर ज्यादा है? पापा से. अच्छा, तो शैतान से भी बड़ा है पापा ना, है ना, तभी तो वो डर है. हाँ, तो फिर पापा से छोटा उससे क्यों डरना है ना. हाँ, तो शैतान से डरने की जरूरत नहीं है. പിശാചിനെ നമുക്ക് ഭയക്കേണ്ട ആവശ്യമില്ല. वो एक तो वो हारा हुआ है, ഒന്നാമത് അവൻ തോറ്റവനാണ്. और दूसरी बात उसकी सारे चीजों को रोंदने का अधिकार हमें प्रभु ने दिया है. രണ്ടാമത്തേത് പിശാചിന്റെ തലയെ അവന്റെ എല്ലാത്തിന്റെയും മേലും കാല് ഊന്നി ചവിട്ടി മെതിക്കുവാനുള്ള അധികാരം നമുക്ക് തന്നിട്ടുണ്ട്. प्रभु यीशु मसीह ने हमें कहा सांपों और बिच्छुओं को और शत्रु की सारी, तो फिर पढ़ लो. मैं समय बचाने के लिए बोलता जा रहा था. लूका 10 का 19. सांपों और बिच्छुओं को रौंदने का और शत्रु की सारे सामर्थ पर अधिकार दिया है. और जब तुम सांपों को रौंदेंगे ना बिना चप्पल की नंगे पैरों से, तो उसकी जहरीले दांत तुम्हारे पैर में गढ़कर हानि होगा. डरो मत, बताया है उनसे तुम्हें किसी प्रकार की हानि नहीं होगा. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയുമില്ല. एक भी कभी भी कोई बुराई हमारे साथ नहीं कर सकता है. ഒന്നും ഒരിക്കലും നമുക്കൊരു ദോഷവും ചെയ്യുകയില്ല. इसीलिए शैतान से नहीं डरना है, तो उसकी सेवक जादूगरों से क्यों डरना है. പിശാചിനെ നമുക്ക് ഭയപ്പെടേണ്ടെങ്കിൽ അവന്റെ ദാസനായ മന്ത്രവാദികളെ നാം എന്തിനു ഭയപ്പെടണം? काला जादू से क्यों डरें.
दुर्मंत्रवादते। ദുർമന്ത്രവാദത്തെ നാം എന്തിനു ഭയപ്പെടണം? तो किसी प्रकार की जादू टोना तांत्रिक मांत्रिक ऐसा किसी भी चीजों से डरने की जरूरत नहीं है। എങ്ങനെയുള്ള ദുർമന്ത്രവാദങ്ങളായിരുന്നാലും അതിനെ യാതൊന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യം നമുക്കില്ല. हमारे प्रभु परमेश्वर इस्राएलियों को मिस्र से निकाल लाया। നമ്മുടെ കർത്താവ് ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്നു. परमेश्वर ने इस्राएलियों को जब छुड़ाया तो लिखा है मिस्र की देवताओं पर भी परमेश्वर ने न्याय किया था। ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചപ്പോൾ ഇങ്ങനെ പറയുകയുണ്ടായി, മിസ്രൈമിലെ ദേവീ ദേവതമാരെ ഞാൻ ന്യായം വിധിക്കുമെന്ന്, വിധിച്ചുവെന്ന്. तो इस्राएलियों को छुड़ाया तो केवल मिस्रियों को ही नहीं परंतु मिस्र की देवताओं का भी न्याय हमारे परमेश्वर ने किया था। ഇസ്രായേലി ജനത്തെ വിടുവിച്ചപ്പോൾ കേവലം മിസ്രൈമിലുള്ള ജനത്തെ മാത്രമല്ല അവരുടെ ദേവീ ദേവന്മാരെയും ന്യായം വിധിച്ചു. अगर ऐसा है, मैं और आप प्रभु यीशु मसीह की लहू के द्वारा खरीदे गए ब्लड बॉट, यीशु मसीह के लहू के द्वारा छुड़ाए गए, धोए गए, ब्लड वॉश्ड अगर है तो प्यारो कोई देवी देवता तक मेरे और आपके बुराई नहीं कर सकते हैं. അങ്ങനെയെങ്കിൽ യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടവരും ആ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരുമായ നമ്മുടെ മേൽ ഒരു ദേവി ദേവതമാർക്കും ഒരു അധികാരവുമില്ല, നമ്മെ ഒന്നും ചെയ്യുകയില്ല. 4 पैर और पूंछ वाला भेड़ की लहू की निशान से विश्वास करके बचे हुए इस्राएलियों के लिए मिस्र की देवताओं का न्याय किया तो सचमुच में परमेश्वर की मेमना यीशु मसीह की पावन लहू के द्वारा खरीदे गए मेरे और आपके खिलाफ खड़े रहने के लिए किसी भी शैतानी शक्ति की वश की बात नहीं है प्यारो. भेड़ों और बकरियों की लहू से पाप से मलयालम ആട്ടുകൊറ്റന്റെ രക്തത്താൽ പാപത്തിൽ നിന്നുള്ള മോചനം ലഭിക്കും എന്ന് വിശ്വാസം അർപ്പിച്ചതായ ഇസ്രായേൽ ജനത്തെ വിടുവിച്ചുവെങ്കിൽ ആ ജീവനുള്ള യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുത്ത് നമ്മെ പാപത്തിൽ നിന്ന് വിടുവിച്ച യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നാം വീണ്ടെടുത്തിരിക്കാൻ നമുക്ക് യാതൊന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. शैतान से और शैतानी किसी चीजों से हमें डरना नहीं है. പിശാചിനെയും പിശാചിന്റെ യാതൊന്നിനെയും നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. इस तरह और भी जो डर आपका व्यक्तिगत जीवन में है इसमें जोड़ देना. അങ്ങനെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്ക് എന്തെല്ലാം ചേർക്കുവാൻ കഴിയുമോ അതെല്ലാം ചേർക്കുക. परीक्षा का भय होगा, പരീക്ഷയുടെ ഭയം, तो उस प्रकार जो भी है जोड़ लेना. അങ്ങനെ എന്തെല്ലാം ഉണ്ടോ അതല്ല. कुछ खास बताने के लिए आपके पास याद आ रहा है तो बताइए. എന്തെങ്കിലും പ്രത്യേകമായി പറയുവാൻ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് പറയാം. कुछ नहीं याद आ रहा जी? जी तो कोई खास और भी है तो आप जोड़ लेना, मुझे भी बता देना और कहीं मैं बता दूंगा. പ്രത്യേകമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനോട് ചേർക്കുക, എന്നോട് പറയുക. जल्दी आगे चले, പെട്ടെന്ന് നമുക്ക് മുമ്പോട്ട് പോകാം. अगले जो स्लाइड है पिछले हफ्ता बताया था, फिर भी बोल के छोड़ देता हूं. അടുത്തത് കഴിഞ്ഞ ആഴ്ച ഞാൻ പറയുണ്ടായി, എന്നാൽ പറഞ്ഞു പെട്ടെന്ന് പോകാം. सबसे बड़ा डर हमारा यह था कि facing a most holy and righteous God, being a sinner, एक पापी होकर परम पवित्र और धन्य और धर्मी परमेश्वर की सामना करना ही सबसे बड़ा डर था हमारा. പാപിയായ ഒരു വ്യക്തിയായിരുന്ന നമുക്ക് വിശുദ്ധനും നീതിമാനും നിത്യനുമായ ദൈവത്തെ അഭിമുഖീകരിക്കുന്നതായിരുന്നു ഏറ്റവും വലിയ ഭയം. पिछले हफ्ता मैंने विवरण किया था उसकी. കഴിഞ്ഞ ആഴ്ച ഞാൻ പറയുകയുണ്ടായി. लेकिन प्रभु यीशु मसीह ने क्रूस पर अपने बलिदान के द्वारा हमें उससे छुटकारा वादा किया है. യേശു ക്രിസ്തു ക്രൂശിലുള്ള തന്റെ ബലിയാൽ നമുക്ക് അതിനുള്ള വാഗ്ദത്തം തന്നു. यीशु मसीह पर की विश्वास के द्वारा उस अवस्था को प्राप्त करने का भी अनुग्रह प्रभु ने हमें दी है. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അത് നമുക്ക് പ്രാപിക്കുവാനുള്ള അനുഗ്രഹവും ലഭിച്ചു. नेक्स्ट, हम विश्वासियों के लिए हमारा सबसे बड़ा डर दूर हो गया है.
നാം കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്ന നമുക്കുള്ള ഏറ്റവും വലിയ ഭയം നമ്മിൽ നിന്നോകുന്നു. Yeah, the biggest, scariest, most intimidating, longest lasting terror was turned away and destroyed, but they are turned our courage and boldness before God the Father. इतना सबसे बड़ा, सबसे लंबा रहने वाला डर दूर हो गया है, परंतु अब हमें हियाव है हमारे परमेश्वर पिता के सामने प्रवेश करने का. ഏറ്റവും കൂടുതലായി ഏറ്റവും വലിയ ഭയം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്നത് നമ്മിൽ നിന്നും പൂർണ്ണമായും അകന്നുപോയി. അതുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ പിതാവിന്റെ സന്നിധിയിലേക്ക് ചെല്ലുവാൻ കഴിയും. इसीलिए हमने देखा कि हमारी समस्या दूर हो गया है. അതുകൊണ്ടാണ് നാം കണ്ടത് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടു. हमारे दुख और तकलीफ अब नहीं रहा. നമ്മുടെ വേദനയും പ്രയാസങ്ങളും ഒന്നും ഇപ്പോൾ ഇല്ല. हमारी अपराध हटा दिया गया. നമ്മുടെ പാപങ്ങൾ നമ്മിൽ നിന്നും മാറ്റിക്കളഞ്ഞു. हमारे ऊपर की दंड की आज्ञा दूर हो गया. നമ്മുടെ മേലുണ്ടായിരുന്ന ശിക്ഷാവിധി നമ്മിൽ നിന്നും മാറ്റി. धर्ममय विश्वविधाता परमेश्वर यीशु मसीह की क्रूस के द्वारा संतुष्ट होकर हमें अपना संतान बनाया. നീതിയുള്ളവനായ ദൈവം യേശുക്രിസ്തുവിന്റെ രക്തത്തിലൂടെ നമ്മെ അവനുള്ളവരാക്കി. इसीलिए किसी भक्त ने इस प्रकार कहा, if we knew the depths of sin, depths of our sin and the heights of God's love, we would never have to be afraid of anything. अगर हम पर हमारे पाप की गहराई और हमारे लिए परमेश्वर की प्रेम की ऊंचाई को जान ले, तो हमें दुनिया में किसी चीज से डरने की जरूरत नहीं रहेगा. നമ്മുടെ പാപത്തിന്റെ ആഴവും ക്രിസ്തുവിന് നമ്മളോടുള്ള സ്നേഹത്തിന്റെ ആ ഒരു ആഴവും നാം മനസ്സിലാക്കിയാൽ ലോകത്തിന്റെ പാപത്തിലേക്ക് നാം ഒരിക്കലും പോകുകയില്ല. A.W. Tozer ने बोला हुआ एक बात और, A.W. ടോസർ പറഞ്ഞതായ ഒരു കാര്യവും കൂടെ, love casts out fear. प्रेम भय को दूर करती है. സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. For when we knew we are loved, we are not afraid. परमेश्वर ने हमसे प्रेम किया करके जान ले, तो फिर हमारे अंदर, praise God, യേശു ക്രിസ്തു നമ്മെ സ്നേഹിച്ചു എന്ന് നാം മനസ്സിലാക്കുമ്പോൾ നമ്മിൽ നിന്നും ഭയം മാറിപ്പോകും. He continues, whoever has God's perfect love, fear is gone out of the universe for him. जिस किसी के भी अंदर परमेश्वर का प्रेम परिपूर्ण है, उसके लिए तो ये ब्रह्मांड से ही डर तो भाग गया है. ഏതെല്ലാം വ്യക്തികളുടെ ഉള്ളിൽ പരിപൂർണമായി ക്രിസ്തുവിന്റെ സ്നേഹമുണ്ടോ, ഭൂമിയിലുള്ള യാതൊന്നിനെയും ഒരു ശക്തിയെയും അവർക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. एक चीज और बोलकर मैं समाप्त करूं. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. साथ में है? हाँ या ना? कुछ आवाज नहीं आया. हाँ, ठीक है. अब मैं ये बात बताने के लिए चाहूंगा, some reasons and reactions for sinful fear. पापमय भय का कुछ कारण और उसके लिए हमारी प्रतिक्रिया भी कैसे. പാപത്താൽ ഉണ്ടാകുന്ന ഭയത്തിന്റെ കാരണവും അതിന് നാം ചെയ്യുന്നതായ പ്രതിവിധികളും. പാപമയമായ ഭയത്തിന്റെ കാരണങ്ങൾ. पहला, ഒന്നാമത്തേത്, it originates from unbelief. अविश्वास से ये पैदा होता है. അവിശ്വാസത്തിൽ നിന്നാണ് ഇത് ഉണ്ടാകുന്നത്. अभी जैसे हमने कहा, परमेश्वर पर अगर हमारा विश्वास है तो किसी चीज का भय. നാം ഇപ്പോൾ പറഞ്ഞതുപോലെ ദൈവത്തിൽ നാം വിശ്വസിക്കുന്നുവെങ്കിൽ യാതൊന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. जैसे मैंने कहीं पढ़ा था, एक आदमी कहीं जाते समय गड्ढे में गिर गया. ഞാനൊരിക്കൽ വായിക്കുകയുണ്ടായ ഒരു മനുഷ്യൻ നടന്നു പോകുമ്പോൾ കുഴിയിൽ വീണു. और जाते जाते में किसी पेड़ की जड़ पर उसने पकड़ लिया. പോകുന്ന വഴിക്ക് ഏതോ ഒരു വൃക്ഷത്തിന്റെ വേരിൽ താൻ പിടിച്ചു. गड्ढे की और कई पेड़ों का जड़ और डाली पड़ी थी, उसमें उसने पकड़ लिया. കുഴിയിലേക്ക് അനവധി വൃക്ഷങ്ങളുടെ വേരും കൊമ്പുകളും ഉണ്ടായിരുന്നു, അതിലൊന്നിൽ പിടിച്ചു. उसने चिल्लाया, बचाओ बचाओ. എന്നെ രക്ഷിക്കൂ രക്ഷിക്കൂ എന്ന് അലറുകയുണ്ടായി. कोई आवाज आया, हाँ मैं तुम्हें
छुड़ा सकता हूं। ഞാൻ നിന്നെ വിടുവിക്കാം എന്നുള്ള ഒരു ശബ്ദം കേട്ടു. तो उसने बोला बचाओ, फिर बचाओ। എന്നാൽ പിന്നെ എന്നെ രക്ഷിക്കൂ എന്ന് അലക്കിയുണ്ടായി. वो उस व्यक्ति ने बोला अगर तू मुझ पर विश्वास करे तो मैं तुम्हें बचाऊंगा। ആ വ്യക്തി ഇങ്ങനെ പറഞ്ഞു, നിനക്ക് എന്നിൽ വിശ്വാസമുണ്ട് എങ്കിൽ ഞാൻ വിടുവിക്കാം. उसने बोला हाँ मैं विश्वास करता हूं, बचाओ। ഞാൻ വിശ്വസിക്കുന്നു എന്ന് ആ വ്യക്തി പറഞ്ഞു. तो उसने बोला तो हाथ छोड़ दो। അങ്ങനെയെങ്കിൽ നിന്റെ കൈ വിടുക. समझ में आया? लेकिन उसने नहीं छोड़ा, എന്നാൽ ആ വ്യക്തി വിട്ടില്ല. और पकड़ा रहा, അധികം മുറുകെ പിടിച്ചു. और चिल्लाया, വീണ്ടും വീണ്ടും അലക്കിയുണ്ടായി. फिर से उसने बोला मैं बचाऊंगा तुम्हें। വീണ്ടും ആ വ്യക്തി പറഞ്ഞു, ഞാൻ നിന്നെ വിടുവിക്കാം, लेकिन विश्वास करना होगा। എന്നിൽ വിശ്വാസം അർപ്പിക്കണം. हाँ मैं विश्वास करता हूं ना। ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു എന്ന വ്യക്തി तो വീണ്ടും हाथ പറഞ്ഞു, छोड़ दो ना। എന്നാൽ നീ പിടിച്ചിരിക്കുന്നത് വിടുക. नहीं, അതൊരിക്കലുമില്ല. हाँ यही है हमारा भी विश्वास। ഇതാണ് നമ്മുടെയും വിശ്വാസം. हमें बहुत विश्वास है कि परमेश्वर हमारे पिता है, നമുക്ക് നമ്മുടെ ദൈവം നമ്മുടെ പിതാവാണെന്ന് നമുക്ക് വിശ്വാസമുണ്ട്. है ना? हेलो, विश्वास है। और अभी हमने क्या देखा दोनों भागों में, मत्ती 10 में भी, लूका 12 में भी पढ़े कि तुम किसी वस्तु की चिंता मत करना। ഇപ്പോൾ മത്തായിയിലും ലൂക്കോസിലും നാം വായിക്കുകയുണ്ടായി, നിങ്ങൾ ഒന്നിനെ പറ്റിയും വിചാരപ്പെടരുതെന്ന്. विश्वास करते हैं ना, വിശ്വസിക്കുന്നുണ്ടല്ലോ, लेकिन विचार नहीं करते, എന്നാൽ നാം ചിന്തിക്കാറില്ലേ, विचारപ്പെടാറില്ലേ? क्यों? क्यों? क्यों जवाब? बिकॉज ऑफ अनबिलीफ, अविश्वास के कारण, അവിശ്വാസം കൊണ്ട് മാത്രം. या आशीष को ड्यूटी संबंध में जाना है इसलिए जा रहे हैं। तो आइए प्यारो, हमारे अंदर से अविश्वास को हम दूर करें। നമ്മുടെ ഉള്ളിൽ നിന്ന് അവിശ്വാസത്തെ നമുക്ക് പൂർണ്ണമായും മാറ്റാം. परमेश्वर कौन है हम विश्वास करें। ദൈവം ആരാണെന്ന് നമുക്ക് വിശ്വസിക്കാം. जल्दी में आगे चलूं, പെട്ടെന്ന് മുമ്പോട്ട് പോട്ടെ. दूसरी बात, രണ്ടാമത്തേത്, fear of losing something or someone in this material world। ये भौतिक संसार में कोई या कुछ खो जाएगा, ये विश्वास की वजह से है। ഈ ലോകത്തിൽ ആരെങ്കിലും എന്തെങ്കിലും നഷ്ടപ്പെടും എന്നുള്ളതായ ഭയം. यही तो है ना हमारा भय का कारण। ഇതാണല്ലോ നമ്മുടെ ഭയത്തിന്റെ കാരണം. संसार में कुछ वस्तु या कोई व्यक्ति हमें नष्ट हो जाएगा, ये भय है। ഈ ലോകത്തിൽ ചിലപ്പോൾ ചില വ്യക്തികൾ അല്ലെങ്കിൽ ചില വസ്തുക്കൾ നമ്മിൽ നിന്ന് നഷ്ടമാകുമെന്നുള്ളത്. तीसरा, because of believing the things of this world, इस संसार की चीजों पर हम विश्वास करते हैं। മൂന്നാമത്തേത്, ഈ ഭൂമിയിലുള്ളതിൽ നാം വിശ്വാസം അർപ്പിക്കുന്നു. इस संसार की देखने वाली चीजें खो जाएंगे, भय इसीलिए होता है। हमारे विश्वास ये हैं वो ही सब कुछ है हमारे लिए। ഈ ലോകത്തിൽ കാണുന്ന ചിലത് നമുക്ക് നഷ്ടമാകുമോ എന്നുള്ള ഭയം ഇതുകൊണ്ടാണ്. അത് നമുക്ക് നഷ്ടമായി പോകുമോ, उस पर हम विश्वास करते हैं वो हमारी मदद करेगा करके। അത് നമ്മെ സഹായിക്കും എന്നുള്ളതായ ഒരു വിശ്വാസം നമുക്കുള്ളത് കൊണ്ട് അത് നഷ്ടപ്പെടുമോ എന്ന് നാം ഭയപ്പെടുന്നു. या संसार की चीजों पर हमारा विश्वास, गोलू इधर ही है ना, हाँ। तो हमारा भौतिक वस्तुओं पर हमारा विश्वास हमें डर की ओर ले चलता है। ലോകത്തിലുള്ള വസ്തുവിലുള്ള നമ്മുടെ വിശ്വാസം നമ്മെ ഭയത്തിലേക്ക് കൊണ്ടെത്തിക്കും. चौथी बात, നാലാമത്തേത്, इस संसार की चीजों पर हम भरोसा रखने के कारण ഈ ലോകത്തിലുള്ള വസ്തുവിൽ നാം ആശ്രയിക്കുന്നുണ്ട്. हमारी पैसा नष्ट होता है, നമ്മുടെ പൈസ നഷ്ടമാകും, हमें डर लगता है। നമുക്ക് ഭയം വരും. കാരണം वो नष्ट होगा तो फिर हमारा काम कैसे चलेगा, हमारी भरोसा उस पर रहता है। പൈസ നഷ്ടമായാൽ നമ്മുടെ കാര്യങ്ങൾ എങ്ങനെ നടക്കും? നമ്മുടെ പൂർണ്ണമായ ആശ്രയം ആ പൈസയിലാണ്. पांचवी बात, valuing the items of this temporal or sinful world। इस पापमय दुनिया की चीजों को हम बहुमूल्य समझते हैं। ഈ പാപം നിറഞ്ഞ ലോകത്തിലുള്ള വസ്തുക്കളെ നാം മൂല്യതയുള്ളതായി കാണുന്നത് കൊണ്ട് कोई मित्र हमारे शत्रु बन जाए, നമ്മുടെ സ്നേഹിതർ നമ്മുടെ ശത്രുക്കളാകുമ്പോൾ क्यों वो भय देता है? എന്തുകൊണ്ടാണ് നമുക്ക് ഭയം വരുന്നത്?
कुछ मनुष्यों को हम बहुत ही प्रिय जानते हैं, उनको बहुमूल्य समझते हैं. എന്തുകൊണ്ടെന്നാൽ ചില മനുഷ്യരെ നാം വളരെ അടുത്തുള്ളവരായും അവരെ നമ്മൾ മൂല്യമുള്ളവരായും കാണുന്നത് കൊണ്ടാണ്. छठवा है, फ्रॉम डिजायर्स ऑफ दिस अनडिजायरेबल वर्ल्ड, इस बिल्कुल ना चाहने लायक दुनिया की चीजों को चाहने के कारण हमारे अंदर भय होता है. വിശ്വാസം ആഗ്രഹിക്കുവാൻ കൊള്ളാത്തതായ ഈ ഭൂമിയിലുള്ള കാര്യങ്ങളിൽ നാം ആശ്രയിക്കുന്നത് കൊണ്ട് നാം ഭയപ്പെടുന്നു, അത് നഷ്ടപ്പെടുമോ. चाहते हैं, आग्रहिക്കുന്നത് കൊണ്ട്. और सातवां है, we are mostly content, satisfied with the things of this world. इस संसार की चीजों से हम कई बार संतुष्ट है, वो हमें संतुष्टि दिलाती है. इसलिए ഈ ഭൂമിയിലുള്ള പല കാര്യങ്ങളിലും നാം തൃപ്തരാണ്, वो हमें संतुष्टि देते हैं. അത് നമുക്ക് തൃപ്തി തരുന്നു. होता है कि नहीं? ഉണ്ടാകാറില്ലേ? हाँ जी. अगर परमेश्वर ही है जो हमें तृप्त करता है, तो फिर किसी चीज से भी हम नहीं डरेंगे. ദൈവമാണ് നമ്മെ തൃപ്തിപ്പെടുത്തുന്ന വിഷയമെങ്കിൽ നാം മറ്റുള്ള യാതൊന്നിലും തൃപ്തി പ്രാപിക്കുകയില്ല. और आठवां है, आउट ऑफ आवर एक्सेसिव अटैचमेंट एंड लव फॉर द थिंग्स ऑफ दिस वर्ल्ड, इस संसार की चीजों से हमारा करीबी रिश्ता के कारण भय होता है. ഈ ഭൂമിയിലുള്ള വസ്തുക്കളുമായുള്ള നമ്മുടെ ഏറ്റവും കൂടുതലായിട്ടുള്ള അടുപ്പം നമ്മിൽ ഭയമുളവാക്കുന്നു. इसीलिए नौवीं बात, അതുകൊണ്ട് ഒമ്പതാമത്തെ കാര്യം, it is called covetous fear. ऐसा भय, ऐसा नाम है इसका, covetous. यानी covetous का मतलब मालूम है ना क्या है? Desiring to acquire of someone else and also for which I am not a deserving person. जो मेरे लायक नहीं है और किसी के पास है, वो पाने का मेरी इच्छा है. कवचसनेस, या फिर क्या बोलते हैं उसको, अजी, लालच. നാം പ്രാപിക്കുവാൻ ഒരിക്കലും അർഹമല്ലാത്തതും മറ്റുള്ള ഒരു വ്യക്തിയുടെ അടുക്കലുള്ളതുമായ ഒരു സാധനം പ്രാപിക്കുവാനായി, ഒരു കാര്യം പ്രാപിക്കുവാനായി നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ആഗ്രഹം, അത്യാഗ്രഹം. तो उस वजह से ये डर होता है. അതുകൊണ്ടാണ് നമുക്ക് ഈ ഭയം ഉണ്ടാകുന്നത്. And finally, 10वीं बात है, this fear is devilish. പത്താമത്തെ കാര്യം, ഈ ഭയം പൈശാചികമാണ്. ये शैतानिक है. പൈശാചികമാണ്. ये शैतानिक डर हमारे अंदर नहीं होनी चाहिए. ഈ പൈശാചികമായ ഭയം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുവാൻ പാടില്ല. ऐसा कोई डर हमारे अंदर है तो इसी वक्त वो हमारे अंदर से निकल जाए. അങ്ങനെ എന്തെങ്കിലും ഭയം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഈ സമയം തന്നെ നമ്മളിൽ നിന്ന് മാറ്റാം. हमारे परमेश्वर पर हम भरोसा रखें, നമ്മുടെ കർത്താവിൽ നമുക്ക് പൂർണ്ണമായും ആശ്രയിക്കാം, विश्वास करें. വിശ്വസിക്കാം. अब इस भय के ऊपर जय कैसे पाएं? ഈ ഭയത്തിൽ നമുക്ക് എങ്ങനെയാണ് ജയം പ്രാപിക്കുവാൻ കഴിയുന്നത്? अगले सत्र में बताता हूं. അടുത്ത ഭാഗത്തിൽ പറയാം. तो अब इतने में मैं समाप्त करूं. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുവാൻ താല്പര്യപ്പെടുന്നു. हमारे जीवन में ऐसा भय है तो आज हम परमेश्वर से माने और उससे छुड़ाने के लिए प्रभु से प्रार्थना करें. ഇങ്ങനെയുള്ള എന്തെങ്കിലും ഭയം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ കർത്താവിനോട് അതിനെ സമ്മതിച്ച് നമ്മുടെ ഉള്ളിൽ നിന്ന് പൂർണ്ണമായി മാറ്റുവാൻ ദൈവീയ സഹായം അഭ്യർത്ഥിക്കാം. 2 पल हम ले अपने आप को जांचने के लिए. സ്വയമായി പരിശോധനയ്ക്കായി 2 നിമിഷം നമുക്ക് ഉപയോഗിക്കാം. हमारे अंदर एक पापमय डर है क्या? പാപം നിറഞ്ഞതായ ഭയം നമ്മുടെ ഉള്ളിലുണ്ടോ? तो आज हम उससे छुटकारा पाएं. ഇന്ന് നമുക്ക് അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കാം. प्रभु से प्रार्थना करें, प्रभु मुझे छुड़ा ले. കർത്താവിനോട് നമുക്ക് അതിൽ നിന്നുള്ള വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കാം. अगर छुटकारा प्रभु ने दी है, കർത്താവ് അതിൽ നമുക്ക് വിടുതൽ തന്നു എങ്കിൽ तो हम परमेश्वर का धन्यवाद करते रहें. ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. हालेलुया, हालेलुया, प्रेज गॉड. प्यारों, थोड़ी देर हम परमेश्वर की और अपने जीवन के अंदर